ഓക്കെ, അപ്പോൾ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറയുന്നു. നോക്കൂ, യോഹന്നാൻ സ്നാപകൻ ജനിച്ച് 6 മാസ ശേഷമാണ് കന്യക ജനിച്ചു. മീൻസ് എലിസബത്ത് ഗർഭിണിയായി 6 മാസ ശേഷമാണ് കന്യക ഗർഭിണിയാവുന്നത്. യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശരീരം മാത്രമാണ് ജനിച്ചത്. ആ ശരീരത്തിനകത്ത് വന്നതാണ് ഇമ്മാനുവേൽ എന്ന ദൈവം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, അവൻ എനിക്ക് മുൻപേ ഉണ്ട്. നോക്കൂ, കാട്ടിൽ നിന്ന് കയറി വന്ന യോഹന്നാൻ സ്നാപകനുള്ള വിവരം പോലും ഇന്നത്തെ അനേകം പണ്ഡിതന്മാർക്കില്ല. യേശു ക്രിസ്തു കന്യകയിൽ ജനിച്ചു, അത് 2ാമത്തെ വ്യക്തി എന്നാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, തുടർന്ന് ഇതിന് ഉപോത്ബലകമായ ഒരു വാക്യം കൂടെ ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 8:58 അവിടെ പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. നോക്കൂ, യേശു വന്ന് അന്നത്തെ പരീശന്മാരോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അവർക്ക് പിടികിട്ടിയില്ല. നിനക്ക് 50 വയസ്സ് പോലും ആയില്ല, പിന്നെ എങ്ങനെ നീ അബ്രഹാമിന് മുമ്പേ ഉണ്ടാകും എന്ന് പറഞ്ഞു. നോക്കൂ, ആത്മാവാണ് ദൈവം. ദൈവത്തെയാണ് നാം യേശു ക്രിസ്തു എന്ന് വിളിച്ചത്, ശരീരത്തെ അല്ല. ശരീരത്തെ നാം കണ്ടു. ഇപ്പോൾ എൻ്റെ പേര് പോൾ രാജ്. പോൾ രാജ് എന്ന് വിളിച്ചാൽ അകത്തെ ആത്മാവാണ് തിരിച്ചറിയുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെ അകത്തെ ആത്മാവ് തിരിച്ചറിയുകയും അത് തലച്ചോർ വഴിയായി ശരീരത്തെ പ്രവർത്തിപ്പിക്കുകയും ശ്രദ്ധിക്കുകയും നോക്കുകയും എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. പുത്രൻ എന്ന സൃഷ്ടി ശരീരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അകത്തെ ആത്മാവാണ് വ്യക്തി, അതാണ് ദൈവം. അത് പുത്രൻ എന്ന ശരീരത്തിനുള്ളിലിരുന്നു. അതിന് ചേർന്ന് പോകുന്നൊരു വചനമാണ് മത്തായി സുവിശേഷം 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. നോക്കൂ, മശിഹ, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം, എന്ന് പേർ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? യേശു എന്ന് പേർ വിളിക്കണം. സ്തോത്രം. ലൂക്കോസ് 1:31 പറയുന്നു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. 2 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. കാര്യം മനസ്സിലാക്കുക, ഇവിടെ കന്യകയിൽ നിന്ന് എടുത്തത് ഒരു ജഡം മാത്രം, ഒരു ജഡ ശരീരത്തെയാണ് ആ കന്യകയിൽ നിന്ന് ഉൽപ്പാദിതമായിട്ട് പുരുഷ സമ്പർക്കമില്ലാതെ ഗബ്രിയേൽ ദൂതൻ വഴിയായി ദൈവത്തിൻ്റെ വചനം ക്രിയേറ്റ് ചെയ്ത് ഒരു രക്തകോശത്തെയോ മാംസകോശത്തെയോ അല്ലെങ്കിൽ ഒരു ശരീരത്തെ ദൈവം അവിടെ സൃഷ്ടിച്ചു. ആ ശരീരത്തെയാണ് കന്യക പ്രസവിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ജീവനുണ്ട്. ശരീരത്തിന് ജീവൻ രക്തത്തിലാകുന്നു, ബ്രെയിൻ ഉണ്ട്, തിരിച്ചറിയാനും കഴിയും. ഒരാത്മാവ് അതിനുള്ളിൽ പ്രവേശിക്കുന്നത് ശരീരം പുറത്തു വന്ന ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതാണ് ഇമ്മാനുവേൽ. 2 ദൈവമില്ല, ഒരേ ഒരു ദൈവം. ദൈവം ആത്മാവാകുന്നു. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ആത്മാവ് ഒന്ന്. ഹല്ലേലൂയ. നോക്കൂ, 1 യോഹന്നാൻ 4:2 പറയുന്നു, ഈ ജഡത്തിൽ വന്നത് യേശു ക്രിസ്തുവാണ്, ആത്മാവാണ് എന്ന് വിശ്വസിക്കും. ജഡം വേറെ, ആത്മാവ് വേറെ. യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായി കന്യകയോട് അറിയിച്ച ദൈവത്തിൻ്റെ ശബ്ദം വചനം നിമിത്തം അവിടെ ഒരു ജഡശരീരമാണ് വന്നത്. ഈ ജഡശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയായി പോകണമെങ്കിൽ അങ്ങനത്തെ വചനം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കേണ്ട. 1 യോഹന്നാൻ 4:2 ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, ഇപ്രകാരമാണ് യഹോവ എന്ന ആത്മാവാണ് കന്യകയിൽ നിർത്ത ജഡം. വെറും ജഡശരീരത്തിൽ വന്നത് അത് 2 വ്യക്തിയല്ല, ഒരു വ്യക്തി തന്നെയാണ്. അത് യഹോവ തന്നെയാണ് ഈ യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നവനാണ് ദൈവാത്മാവ് ഉള്ളവൻ. അതുകൊണ്ട് പറയുന്നത് 1 യോഹന്നാൻ 4:2 ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവ് ഒക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. നോക്കൂ, 2 വ്യക്തി എന്ന് പഠിപ്പിച്ചവർ എന്ത് ആത്മാവിലായിരിക്കുന്നത്? ദൈവാത്മാവിലല്ല. വചനം പറയുന്നു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വേദനപ്പെടരുത്. സത്യം തിരിച്ചറിയാനുള്ള അവസരം ലഭിച്ചു. ബൈബിൾ അങ്ങനെ പറയുമെങ്കിൽ 1 യോഹന്നാൻ 4:2 യേശു ക്രിസ്തു അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ആദ്യം മുതലുണ്ട്. അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ യേശു ക്രിസ്തു എന്ന ആത്മാവ് ശരീരത്തിൽ ഇപ്പോൾ ഒരു കന്യകയിൽ ശരീരം ജഡധാരിയായി വന്നു. ആ ശരീരം നോക്കിയിട്ട് യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള, അത് ഞാൻ മറ്റൊരു വിഷയത്തിൽ എടുക്കാം. യേശു ക്രിസ്തു ജനിച്ചോ മരിച്ചോ എന്നതൊക്കെ നമുക്ക് ചോദിക്കാം. യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ ജനിക്കാൻ കഴിയുമോ? യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ മരിക്കാൻ കഴിയുമോ? അപ്പോൾ മരിച്ചു. എന്താണ് മരിച്ചത്? മരണമെന്നാൽ എന്താണ്? ജനനമെന്നാൽ എന്താണ്? നമുക്ക് തുടർന്നുള്ള വിഷയങ്ങൾ നോക്കാം. ശ്രദ്ധയോടെ ആയിരിക്കുക. ഒരുപാട് മർമ്മപ്രധാനമായ കാര്യങ്ങൾ പറയുകയാണ്. അനേകം കാര്യങ്ങൾ നാം നമ്മുടെ സഭയിലെ പഠിപ്പിക്കാറുള്ളൂ, പൊതുവിൽ ഇങ്ങനെ പറയാറുള്ള സ്നാനത്തെക്കുറിച്ചും തൃത്വം കുറിച്ച് പറയാറുണ്ട്. കേട്ട് വിശ്വസിക്കുന്നവർ വിളിക്കും. ആ ക്രിസ്തുവിനോട് ചേരാൻ, വചനത്തോട് ചേരാൻ താല്പര്യമുള്ളവർക്ക് സ്നാനവും മറ്റു കാര്യങ്ങളും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം, ആർക്കെങ്കിലും കേട്ട് ഗ്രഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രഹിക്കട്ടെ. ഓക്കെ, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. അവിടെ 2 വായ്മൊഴി വേണമല്ലോ.
2 യോഹന്നാൻ 1:7 നോക്കുക. അവിടെയും വചനം പറയുന്നു, 2 യോഹന്നാൻ 1:7 അവിടെയും വചനം പറയുന്നു, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു എന്ന യഹോവ എന്ന ആത്മാവ്, ഒരേ ഒരു ആത്മാവ്, ഒരേ ഒരു കർത്താവ്, ആ കർത്താവും ദൈവവുമായ ആത്മാവ് യേശുക്രിസ്തു ജഡത്തിൽ വന്നവൻ. നോക്കൂ, കന്യകയിൽ നടത്ത ജഡം, ജഡ ശരീരം, ആ ശരീരത്തിൽ വന്നവൻ ആര്? വന്നവൻ, അവൻ ദൈവം, അവൻ ആത്മാവ് വന്നു. വരുമ്പോൾ ജഡശരീരം കൂടെ ഉണ്ട്. അവന് ജീവനുള്ളതുകൊണ്ടാണ് അവൻ വന്നത്. ആരും അതിനകത്ത് വച്ചൊന്നുമില്ല. വന്നവൻ, സ്വയം ഭൂജാതനായവൻ, സ്വയം ഇറങ്ങി വന്നവൻ. എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്. മരണം വന്നത് ഈ ആത്മാവ് പുറത്തു പോകുന്നതിന് മരണം എന്ന് പറയുന്നത്. മരിക്കുന്നത് ആത്മാവല്ല, ശരീരം. അപ്പോൾ നിർജ്ജീവമായി. ഇതാണ് മരണം. അപ്പോൾ യേശുക്രിസ്തു എന്ന ആത്മാവ് ഈ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടു ഇരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെ ഉള്ളവൻ തന്നെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാം, കർത്താവേ, ഈ ലോകത്തുള്ളവരെല്ലാം എന്തു ചെയ്യാം? ബൈബിൾ പറയുന്നു ഈ കാലം നോഹയുടെ കാലം പോലെ ആകുമെന്ന്. നോഹയുടെ കാലം പോലെ തെറ്റായിരിക്കും എല്ലാവരും. അവരുടെ ഇടയിലേക്കാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ വിത്ത്, ഗോതമ്പ്, ഈ രണ്ടും കൊയ്ത്തോളം വളർന്നിരിക്കുന്നതിനിടയിലേക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വിളിക്കുവാനായി ദൈവത്തിൻ്റെ വചനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും കേട്ട് ഗ്രഹിക്കുന്നുവെങ്കിൽ വിളിക്കുക. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സഭയെ പൊളിക്കുവാനോ ഒന്നുമല്ല. അങ്ങനെയുള്ളവർ അവിടെ തന്നെ ഇരിക്കുക. പക്ഷെ അകത്ത് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നവൻ, ദൈവത്തിൻ്റെ യഥാർത്ഥ വചനമെന്ന വിത്തുണ്ടെങ്കിൽ ഈ വചനമെന്ന പ്രകാശം അതിൽ തട്ടുമ്പോൾ അതവിടെ പ്രതിധ്വനിക്കുകയും ഇതിനോടൊപ്പം വരുന്ന സുവിശേഷം പരിശുദ്ധാത്മ ശക്തിയോട് ബഹുനിശ്ചയത്തോടും കൂടെ അത്രേ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ഈ ശബ്ദത്തിലൂടെ വരുന്ന പരിശുദ്ധാത്മാവ് ആ വിത്തിനൊരു നനവ് കൊടുക്കുകയും വിത്തിൻ്റെ തത്വസംഹിതകളാലുള്ള പുറന്തോട് കട്ടിപ്പിടിച്ച് കിടക്കുന്നതിനെ പൊട്ടിച്ച് അതിനകത്തുള്ള ജീവനെ പരിശുദ്ധാത്മാവ് തന്നെ പുറത്തേക്ക് എടുത്തിട്ട് കളപ്പുരയിൽ ചേർത്തുകൊള്ളും. നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആടുകൾ മാത്രമേ കേൾക്കൂ. ഈ പെന്തക്കോസ്ത്, കത്തോലിക്ക, മാർത്തോമ, CSI അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ച്, യഹോവ സാക്ഷികൾ, യേശുനാമക്കാർ, ഇങ്ങനെ അനേകം ചർച്ചകളിലേക്ക് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഓടിക്കൂടിയതുപോലെയൊന്നും ഈ കളപ്പുരയിൽ ഓടിക്കൂടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സഭയെ പൊളിക്കാൻ വന്നവനല്ല. യോഹന്നാൻ സ്നാപകൻ വന്ന് വിളിച്ചപ്പോഴും അങ്ങനെ ചിലർ കരുതി. ആരും വന്നില്ല. യേശു ഒന്ന് വിളിച്ചു പറഞ്ഞു സഭകൾക്കകത്തേക്ക്, ആരും വന്നില്ല. കിട്ടിയതൊക്കെ വഴിവെക്കുന്ന കുറേ പാപികളാ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം തെറ്റിപ്പോകും. മത്തായി 22 നോക്കുക. കർത്താവ് അടുത്ത് വരുമ്പോഴും ഇങ്ങനെ തന്നെ. വിളിക്കപ്പെട്ടവരൊന്നും യോഗ്യന്മാരല്ലെന്ന് കണ്ടു. ഇന്ന് പള്ളിക്കത്തിരിക്കുന്നവരെല്ലാം വിളിക്കപ്പെട്ടവരാ. ഒന്നും യോഗ്യന്മാരല്ലെന്ന് കണ്ടു. എന്തുകൊണ്ടാ? അവർ നിലങ്ങൾ വാങ്ങിക്കാൻ പോയി, ബിസിനസ്സിന് പോയി. പണം ഉണ്ടാക്കണം, പണം പണം പണം. നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, പിന്നെ എന്തെല്ലാം ചെയ്ത് പണം ഉണ്ടാക്കാമോ? പുരോഹിതന്മാർ ശുശ്രൂഷിക്കുക മാത്രമേ ചെയ്യാവൂ. വേണമെങ്കിൽ സ്വയം അധ്വാനിച്ച് ആ പൈസ കൊണ്ട് ശുശ്രൂഷ നടത്തുക. ഇവരെന്ത് ചെയ്യുന്നു? ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. അതുകൊണ്ടാണ് യേശു ഈ കാലത്ത് മുൻകൂട്ടി കണ്ടിട്ടാണ് മത്തായി 22 പറഞ്ഞത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദൂതന്മാരെ, നമ്മളെപ്പോലുള്ള അകത്തെ ആത്മാവാണ് ദൂതൻ എന്ന് പറയുമ്പോൾ, ആ ഏഞ്ചൽ ദൂതന്മാരെ, ആത്മാക്കളെ ഇതുപോലെ അയച്ചിട്ട് കേട്ട് വിശ്വസിക്കുന്ന നിങ്ങളെയും ദൈവം ഇനി അയക്കും. വഴിവക്കിൽ കണ്ട ദുഷ്ടനെയും പാപികളെയും വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. നോക്കൂ, ഈ കാലവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിനുള്ളതല്ല.